ചത്ത് കിടന്നാലും ചമഞ്ഞി കിടക്കൂ എന്നത് എന്തൊരു പ്രത്യേകതയാണ്. എക്സാം എഴുതാൻ പോകുമ്പോഴുള്ള ഈ പ്രഹസനവും അതിന് ഉദാഹരണമാണ്. പ്രഹസനം കഴിഞ്ഞാൽ നെഞ്ചിലൊരാളലാണ്. ഓർത്തു നോക്കിയാൽ പഠിച്ചതൊക്കെ പല വഴിക്ക് പോയി കാണും. വീണ്ടും പേജുകൾ തിരിച്ചും മറിച്ചും നോക്കിയിരിക്കും. ഒരു ദിവസം ID കാർഡ് എടുക്കാൻ മറന്ന് ഇൻവിജിലേറ്ററിന്റെ കാല് പിടിച്ചത് ഓർമ്മയുള്ളതുകൊണ്ട് ആദ്യം ഹോൾ ടിക്കറ്റും ID കാർഡും എടുത്തു വെച്ചു. ഇന്നൊരു കൂൾ യാത്രയാണ്. പുയ്യാപ്ല കൂടെയുള്ളത് കൊണ്ട് ചുറ്റുള്ളതൊന്നും നോക്കേണ്ട ആവശ്യം ഇന്നില്ല. നാളെ ഈ സുഖം കിട്ടുകയുമില്ല. മെമ്മറി ഇപ്പോൾ പണ്ടത്തേക്കാൾ സ്ട്രോങ് ആയതുകൊണ്ട് പഠിച്ചത് വീണ്ടും പഠിക്കുന്നത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവിടെ ഓടെണ്ണി ഇരിക്കേണ്ടി വരും. എക്സാം സെന്ററിലെത്തി സീറ്റ് നമ്പർ ചെക്ക് ചെയ്ത് എക്സാം ഹാളിലേക്ക് ഞാൻ കയറി. എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ പൊയ്യാപ്ല കാത്ത് നിൽക്കലാണ്. ഈ പതിവ് നാളെ മുതൽ തെറ്റാൻ പോവുകയാണ്. നാളെ മുതൽ ബസ്സിലാണ് കഥാനായികയുടെ യാത്ര. കാത്തിരിക്കാനും സ്ഥലമെത്തിയാൽ വിളിച്ചിറക്കാനും കഥാനായികയ്ക്ക് ഇനി അവൾ മാത്രം. ഇന്നെൻ്റെ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്കുള്ള ബസ് യാത്രയാണ്. മാത്രവുമല്ല ടുഡേ ഈസ് എലക്ഷൻ, സോ കന്നി വോട്ടിന്റെ ദിവസവുമാണ്. എനിക്ക് ആങ്സൈറ്റി അല്ലായിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. തൃശ്ശൂരിന് ബസ് കയറി ഓട്ടുപാറ ഇറങ്ങിയപ്പോഴാണ് വേലൂർക്കുള്ള ബസ് ഇലക്ഷൻ പ്രമാണിച്ച് ഇല്ലെന്നറിഞ്ഞത്. കുറ്റിച്ചിറയ്ക്ക് വീണ്ടും ബസ് കയറി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ സെന്ററിലെത്തി. ആർക്കും നിസ്സാരമെന്ന് തോന്നുന്ന ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയെന്നുള്ള ഒരു സന്തോഷം തന്നിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ബസ്സിൽ വീണ്ടും കയറി രാവിലെ ഒരു ചായയിൽ മാത്രം ഒതുക്കിയ വയറിന്റെ പുകച്ചിൽ ഒരു മഞ്ച് കൊടുത്ത് ഞാൻ ഒതുക്കി. ഒറ്റപ്പാലത്തേക്കാണ് ഞാൻ ആദ്യത്തെ വോട്ട് ചെയ്യാനായി പോകുന്നത്. ഇതുവരെ വരേണ്ടി വന്നിട്ടില്ലാത്ത സ്ഥലമാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ്. ഞാൻ അനുഭവിക്കുന്ന മൈന്യൂട്ട് കാര്യങ്ങളും എനിക്ക് കൗതുകമായിരുന്നു. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ വോട്ട് ചെയ്ത് വീണ്ടും സ്റ്റാൻഡിലെത്തി ബസ് കയറി വീട്ടിലോട്ട്. ആദ്യത്തെ ബസ് യാത്രയിൽ ഒരുപാട് ടാസ്ക് ചെയ്ത് തീർത്ത ആത്മസംതൃപ്തി എനിക്ക് തോന്നിയിരുന്നു. തകർന്ന പാലം കണ്ടാൽ നമ്മുടെ നടത്തി എന്നാണ്. ബസ് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും ഗൃഹനാഥൻ തൻ്റെ കുതിരപ്പുറത്ത് ഹാജരായി. ഇന്നത്തെ ടാസ്ക് സക്സസ് ആയി പൂർത്തീകരിച്ചെത്തിയപ്പോഴേക്കും സമയം 3:30 ആയിരുന്നു. ആദ്യത്തെ യാത്ര നല്ലതായതുകൊണ്ട് ഇന്ന് അത്രയും ആലോചനയുണ്ടായിരുന്നില്ല. എൻ്റെ സ്വർണ്ണക്കട്ടികൾ നല്ല ഉറക്കിലാണ്. ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ആരൊക്കെയോ മുടക്കുന്ന ചില സ്വപ്നങ്ങളുള്ളവർക്ക് ഈ നിൽക്കുന്ന ആളെ പോലെ സപ്പോർട്ടിന് ഒരാളെ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ജീവിതവും ജീവനും ഒരുപോലെ ബാലൻസ് ചെയ്തു പോവാൻ റിസ്ക് അല്പം കൂടുതലാണ്. ഉപ്പാടെ ബൈക്കിൽ നിന്നും ബസ്സിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ മെയിൻ പഠിത്തം നടക്കാറ് ഈ യാത്രയിലാണ്. പഠിച്ചതൊക്കെ റെക്കോർഡ് ചെയ്യും, പോകുന്ന വഴിയെ റിപ്പീറ്ററിലേക്ക് കേട്ടുകൊണ്ടിരിക്കും. ബസ് ഇറങ്ങി നടക്കാനുണ്ടെങ്കിലും പച്ചപ്പും ഹരിതാപവും പീസ് ഓഫ് മൈൻഡ് നൽകുമെന്നത് വെറുതെ പറയുന്നതല്ലടോ. എക്സാം കഴിഞ്ഞ് വീണ്ടും ബസ് യാത്ര. അപരിചിതമായൊരാൾ ഒരു ദിവസത്തിന്റെ സന്തോഷമാവുക എന്നത് അത്ഭുതമാണ്. ഞങ്ങൾക്കറിയാവുന്ന എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചു. എത്രയോ കാലത്തെ പഴക്കം പോലെ ഞങ്ങൾ വാതോരാതെ സംസാരിച്ചു. അവൾ ഇറങ്ങിപ്പോയതോടെ ആളൊഴിഞ്ഞ സീറ്റ് പോലെ എൻ്റെ മനസ്സും ബ്ലാങ്കായി. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒളിച്ചോടാൻ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് യാത്ര തുടർന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് ആഴ്ന്നിറങ്ങുന്നത്. ഇനി ഒരിക്കലും കാണാൻ വഴിയില്ലാത്ത രണ്ട് ഹൃദയങ്ങൾ എത്ര മനോഹരമായാണ് ഇത്ര നേരം സംസാരിച്ചത്. ബസ് ഇറങ്ങി ഉപ്പാടെ കൂടെ വീട്ടിലെത്തി എൻ്റെ പിടഞ്ഞ എന്നെ കണ്ടതും സന്തോഷം കൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇന്നത്തെ യാത്ര ശുഭം. ഓരോ ദിവസം മാറുമ്പോഴും എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടി വന്നു. ക്വസ്റ്റ്യൻ പേപ്പറേക്കാൾ കണ്ടുമുട്ടാൻ പോകുന്ന പുതിയ മനുഷ്യരും അനുഭവങ്ങളെക്കുറിച്ചുമായിരുന്നു എൻ്റെ ക്യൂരിയോസിറ്റി. ഇന്നെൻ്റെ കൂടെ ഷയാപ്പു കൂടെയുണ്ട്. ഉപ്പാടെ മകളെയും മകളുടെ മകനെയും പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സീനാണ് ഈ കാണുന്നത്. ഭാഗ്യവാൻ തന്നെ. സൂചികൊത്ത ഇടമില്ലാത്ത ബസ്സിലിരുന്ന പതിവ് പോലെ റെക്കോർഡ് കേൾക്കൽ നടന്നില്ല. വേലൂർക്ക് നമ്മുടെ സ്ഥിരം കണ്ടത്ത ചേട്ടന്റെ ബസ് തന്നെ കിട്ടി. ഞങ്ങളിപ്പോൾ നല്ല കൂട്ടാണ്. ബസ് ഇറങ്ങിയുള്ള നടത്തം ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് എയർ, ഫ്രഷ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ. സെന്ററിലെത്തി എക്സാം എഴുതി വീണ്ടും നടത്തം. ഇന്ന് കണ്ട മനുഷ്യരിലൊന്നും എനിക്ക് സ്പാർക്ക് അടിച്ചില്ല. നോട്ട് എവരി വൺ അവർ കപ്പ് ഓഫ് ടീ. സോ ഞാൻ എൻ്റെ സോളോ ടൈം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. ആഹാരമില്ലെന്ന് തോന്നുമ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. പൂക്കളും സുഗന്ധങ്ങളും തീർച്ചയായും നിങ്ങളെ സന്തോഷിപ്പിക്കും. ഇന്ന് എനിക്ക് എൻ്റെ യാത്ര എൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സംതൃപ്തിയാണ്. പൂവെല്ലാം കുഞ്ഞിക്കിളിക്ക് കൊടുത്തു. ഇലക്ഷൻ വിജയോടെ ലഡു കഴിച്ച് ഞാനും ഹാപ്പി. ചോക്ലേറ്റ് കൊടുത്തപ്പോൾ ഷയാപ്പുവും. ദിസ് ഈസ് ലാസ്റ്റ് ഡേ ഓഫ് എക്സാം. സോളോ യാത്രകളും അടിപൊളിയാണോ. നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ണു മറിയും വരെ നോക്കി നിൽക്കാൻ ഇങ്ങനൊരാളും അധികാരത്തിൽ ആവശ്യങ്ങൾ പറയാൻ ഇങ്ങനൊരാളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇന്നെൻ്റെ ഷയാപ്പുവിൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. തെച്ചു ബസ് കയറി പോകുന്നത് അവന് സങ്കടമാണ് പോലും. ഇന്നത്തെ 2 ബസ്സുകളും ജാലിയൻ വാലാബാഗ് ആയതുകൊണ്ട് ആ കഥകളൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. കണക്കായതുകൊണ്ടും ഇന്നത്തെ എക്സാം സ്റ്റാറ്റി ആയതുകൊണ്ടും ഇക്വേഷൻസ് എല്ലാം ഞാൻ വീണ്ടും തിരിച്ചും മറിച്ചും പഠിച്ചുകൊണ്ടേയിരുന്നു. എക്സാം കഴിഞ്ഞു. ഹാളുന്ന വയറിന് ഒരു ബിസ്ക് ഓഫ് കൊടുത്ത് തൃപ്തിപ്പെടുത്തി. പൊള്ളുന്ന വെലിന് ആത്മനിർവൃത്തിയുടെ സുഖമുണ്ടായിരുന്നു. പരീക്ഷ മാർക്കിനെ കുറിച്ചുള്ള ആവലാതികൾക്കിടയിലും ഒരുപാട് കാലം ചെയ്യാൻ പരിഭ്രമിച്ചതൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്തതിൻ്റെ സന്തോഷം നിറഞ്ഞു തുളുമ്പുവാൻ തുടങ്ങി. ഇതെൻ്റെ കുഞ്ഞു സന്തോഷങ്ങളാണ്, കുഞ്ഞു വലിയ വിജയങ്ങളും.
ഓരോ യാത്രയും എനിക്ക് നല്ല അനുഭവങ്ങളായിരുന്നു. കൂടെ നല്ല മനുഷ്യരെ പരിചയപ്പെടലുകളും. ബസ് കിട്ടാതെ പെട്ടു നിൽക്കുമ്പോൾ ഓട്ടോ കിട്ടാൻ പാകത്തിൽ നിർത്തിത്തന്ന ഈ ബസ്സിലെ കണ്ടക്ടർ ചേട്ടനും, മോളെ എന്ന കരുതൽ സേഫായി കൊണ്ടുപോയ ഓട്ടോ ചേട്ടനും, നീ നടന്നു പോകൊച്ചേ ക്യാഷ് കളയണ്ട എന്ന് പറഞ്ഞിരുന്ന കളങ്കമില്ലാത്ത ഈ ചേട്ടനും, കുറച്ചു നേരത്തെ പരിചയപ്പെടൽ കുറേ കാലത്തേക്കുള്ള ഓർമ്മയേകിയ ജോസ്നയോടും, എൻ്റെ മാത്രമുള്ള സമയങ്ങളോടും, എന്നെ കൂടുതൽ സ്നേഹിക്കാനായ നിമിഷങ്ങളോടും, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും സ്നേഹം മാത്രം.